വാട്സാപ്പ് കുറേ നാൾക്ക് ശേഷമായിട്ടാ ഞാൻ ലോങ് വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് മാത്രമല്ല ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ ചപ്പാത്തി റോളാണ് ഉണ്ടാക്കുന്നത്. വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി റോളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഓരോ ഉരുളക്കള ഉരുട്ടി അതിൽ പൊടിയൊക്കെ തിരുമ്പി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 ചപ്പാത്തിയുടെ അടുത്തുണ്ടാവും ഇതും. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഈസി ആയിട്ട് നല്ല വട്ടത്തിൽ നല്ല ഷേപ്പിലൊക്കെ ആദ്യം പരത്തി നല്ല സൂപ്പറായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ എല്ലാവരുടെയും വിലയേറെ സപ്പോർട്ടും സ്നേഹമൊക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോഴാണ് എനിക്ക് വീഡിയോ ഒക്കെ ഇടാനും അതിൻ്റെ അനുസരിച്ചുള്ള ഒരു എനർജിയൊക്കെ കിട്ടാൻ അതുവഴി എനിക്ക് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയുടെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള റോളിക്ക് വേണ്ടി ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. കൂടാതെ നമുക്ക് ബീൻസ് എടുക്കാം, അതേപോലെ ക്യാപ്സിക്കം എടുക്കാം, പൊട്ടറ്റോ എടുക്കാം, അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ചപ്പാത്തി റോൾ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിജയകരമായ ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും അതാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ 2 സബോള എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പച്ചമുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മുട്ട എടുക്കാം കേട്ടോ. ഇത് വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ ഇതിൻ്റെ മുട്ടയുടെ പകരം പാലൊഴിച്ച് നമുക്ക് മയോണൈസ് സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടുന്നുണ്ട്. ഇത് ഞാൻ എഗ്ഗ് പുഴുങ്ങിയിട്ടാണ് ഞാൻ മയോണൈസ് കൂടുതലുണ്ടാക്കുക. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി വേർഷനാണ്. അത് മാത്രമല്ല ഓയിൽ നമുക്ക് കുറച്ച് മതി കേട്ടോ. പിന്നെ ആ പാത്രം കണ്ട് ആരും മേടിക്കേണ്ട, അത് ഈ മുട്ട വെച്ച് മൂടി വെച്ച് പോയി ഓഫാക്കാൻ മറന്നതാണ്. അപ്പോൾ ആകെ തിളച്ച് തരിപ്പണമായി പോയിട്ടോ. അപ്പോൾ അതായിരുന്നു ആ പാത്രം. ഇനി ഞാൻ പാത്രം വെളിപ്പിച്ചെടുക്കാം, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്, അതേപോലെ പഞ്ചസാര മസ്റ്റാണ് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വിനാഗിരി വെച്ചിട്ട് പിന്നെ ഞാൻ എത്ര ഒഴിക്കണുള്ളൂ കേട്ടോ, ഇത്ര ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഓയിൽ ഞാൻ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കണുള്ളൂ, ഒരുപാട് ഓയിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ 2 മുട്ടയാണ് ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല തിക്കായിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള മയോണൈസ് സെറ്റാണ് കേട്ടോ. അതിന് നേരെ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം, പുറത്തുനിന്ന് വയ്ക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് വൈറ്റണ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്തത് കേട്ടോ. ബട്ടർ കുറച്ച് യൂസ് ചെയ്ത്, ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ ബട്ടർ കണ്ട കാരണം ബട്ടർ യൂസ് ചെയ്തെന്നുള്ളൂ. ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് സബോളയും തക്കാളിയും അതേപോലെ പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴറ്റി വരുന്നു വേണ്ട കേട്ടോ. വഴറ്റാണ്ടും നമുക്കിത് റോ ആയിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് വഴറ്റിയെടുത്തു മാത്രം. ആ ഒരു ഗ്യാപ്പിൽ ഞാനിതാ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അതെടുത്ത് മയോണൈസിലും ഇതിലൊക്കെ മുക്കി തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് എയർ ഫ്രൈയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ അതായി കിട്ടും. അതായി കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള റോളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചത് ഓരോന്നായിട്ട് എടുത്തു കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ട്. അപ്പോൾ ആദ്യം മയോണൈസ് ഇട്ട് കൊടുത്ത് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ തൂക്കി കൊടുത്തു. പിന്നെ നമ്മുടെ കൂട്ടുണ്ടാക്കിയത് അത് ഒന്ന് ഇട്ട് നന്നായി എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊട്ടറ്റോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോൾ ചെയ്തിട്ട് നല്ല അടിപൊളി ചപ്പാത്തി റോൾ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.